ആവേശത്തിൻ്റെ തീക്കാറ്റ് ആഞ്ഞുവീശിയ പ്രചരണ കോലാഹലം അവസാനിച്ചു. അരുവിക്കര ഇനി ബൂത്തിലേക്ക്. ഒരു മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം അരുവിക്കരയിലെ വോട്ടർമാർ ജൂൺ 27-ന് ബൂത്തുകളിലെത്തും. ആര് ജയിച്ചാലും തോറ്റാലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഉപതെരഞ്ഞെടുപ്പായിരിക്കും അരുവിക്കരയിലേത്. പ്രചാരണത്തിൻ്റെ കൊട്ടിക്കലാശത്തിൻ്റെ ചൂട് കുറയ്ക്കാൻ പെയ്തിറങ്ങിയ കനത്ത മഴയ്ക്ക് പോലും ആയില്ല. പ്രചാരണത്തിൻ്റെ അവസാന ദിവസം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ LDF സ്ഥാനാർത്ഥി M വിജയകുമാറിനോടൊപ്പം നടത്തിയ റോഡ് ഷോ ഏവരെയും അമ്പരപ്പിച്ചു. LDF അണികളെ റോഡ് ഷോ ആവേശഭരിതരാക്കി. LDFും UDFും BJPയും ആത്മവിശ്വാസത്തിലാണ്. പ്രചാരണത്തിൻ്റെ അവസാന ദിനത്തിൽ പ്രമുഖ നേതാക്കളെല്ലാം അരുവിക്കരയിലെത്തി. UDFിന് വേണ്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ മുന്നിൽ നിന്ന് പട നയിച്ചു. കൂടാതെ AK ആന്റണി, രമേശ് ചെന്നിത്തല, KPC പ്രസിഡന്റ് VM സുധീരൻ, ശശി തരൂർ MP എന്നിവരും പ്രചരണത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയ കുടുംബയോഗങ്ങളിൽ ഏറെ പേരെത്തി. ഇത് UDFിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ഞങ്ങളെക്കാൾ കൂടുതൽ ആവേശത്തിൽ ശബരിനാഥനെ വിജയിപ്പിക്കാൻ വേണ്ടി നിൽക്കുക. നിങ്ങളുടെ വോട്ടുകളെല്ലാം ചെയ്യിക്കണം. ഒറ്റ വോട്ട് പോലും പാഴായി പോകരുത്. LDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുറുപ്പുചീട്ട് VS അച്യുതാനന്ദൻ തന്നെയായിരുന്നു. അഴിമതി വിഷയമാക്കി VS UDFിനെതിരെ ആഞ്ഞടിച്ചു. തൊണ്ണൂറ്റിരണ്ടാം വയസ്സിലും മണ്ഡലത്തിൽ VS നിറസാന്നിധ്യമായി. അദ്ദേഹത്തിൻ്റെ പൊതുവേങ്ങളിൽ കണ്ട ആൾക്കൂട്ടം ഇതിന് തെളിവായിരുന്നു. വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ തെരഞ്ഞെടുപ്പ് നേരിടാൻ ഒരുങ്ങിയതാണ് BJP. എന്നാൽ O രാജഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടെ സ്ഥിതി മാറി. പ്രവർത്തകർ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി. പ്രചരണത്തിനായി പ്രമുഖ നേതാക്കളെല്ലാം അരുവിക്കരയിലെത്തി. നടൻ സുരേഷ് ഗോപി കൂടി പ്രചാരണ രംഗത്തിറങ്ങിയതോടെ BJPക്ക് വലിയ പ്രതീക്ഷയാണ്. ഒരു MLA 8 മാസത്തേക്ക് കൊടുത്ത് നമുക്ക് ഇവിടെ തേനും പാലും ഒഴുക്കാനുള്ള ഒരു തുടക്കം കുറിക്കാൻ PC ജോർജിന്റെ അഴിമതി വിരുദ്ധ മുന്നണിയുടെ ദാസ്, PDPയുടെ പൂന്തർ സിറാജ് എന്നിവർ നേടുന്ന വോട്ടുകൾ വിജയത്തെ സ്വാധീനിക്കും. അരുവിക്കര ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ സാമുദായിക ഘടകങ്ങളും പ്രധാനമാണ്. ഈഴവ വോട്ടുകളും നായർ വോട്ടുകളും നാടാർ വോട്ടുകളും മുസ്ലിം വോട്ടുകളും ഇവിടെ നിർണായകമാകുന്നു. ഈഴവ വോട്ടുകൾ ഇത്തവണ BJPക്ക് പോകുമെന്നും UDFിന് ലഭിക്കേണ്ട നാടാർ വോട്ടുകൾ ദാസിലൂടെ അഴിമതി വിരുദ്ധ മുന്നണി നേടുമെന്നും അനുമാനമുണ്ട്. 35% വരുന്ന പുതിയ വോട്ടർമാർ ആർക്ക് വേണ്ടി നിൽക്കുമെന്നതും നിർണായകമാണ്. ആയതിനാൽ തന്നെ അരുവിക്കരയിൽ ആര് ജയിക്കുമെന്ന് പ്രവചിക്കുക അസാധ്യം. അരുവിക്കരയുടെ മനസ്സറിയാൻ ജൂൺ 30 വരെ കാത്തു നിൽക്കണം.